നമസ്കാരം. 2025 ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയിലെ സാമ്പത്തിക, രാഷ്ട്രീയ, ആഗോള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്താ ബുള്ളറ്റിൻ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ നിലവിലെ വെല്ലുവിളികളും അവസരങ്ങളും വിശദമായി പരിശോധിക്കുന്നു. 1. ട്രംപിന്റെ 50% തീരുവ. ഇന്ത്യയുടെ സാമ്പത്തിക തിരിച്ചടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഓഗസ്റ്റ് 5 50% ഉയർത്തി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനെ തുടർന്നാണ് ഈ നടപടി. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മരിച്ച ഒന്നാണ്, റഷ്യയോടൊപ്പം അവർ തകർന്നോട്ടെ. ഈ 50% തീരുവ വസ്ത്രം, ഫാർമസ്യൂട്ടിക്കൽസ്, രത്നങ്ങൾ, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളെ നേരിട്ട് ബാധിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി $87 ബില്യൺ ആയിരുന്നു. ഈ തീരുവ പ്രത്യേകിച്ച് തമിഴ്നാട്, പഞ്ചാബ്, ബംഗാൾ എന്നിവിടങ്ങളിലെ ചെറുകിട, ഇടത്തരം വസ്ത്രവ്യവസായങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും 5 മുതൽ 7 വരെ ലക്ഷം തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും റോയിട്ടേഴ്സും ദി ഇക്കണോമിക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെ: നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്നത് 140 കോടി ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞു. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇന്ത്യ മുന്നോട്ടു പോകും. ട്രംപിന്റെ തീരുവ അന്യായവും അസ്വീകാര്യവുമാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം തകർക്കുന്ന നടപടിയാണിതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. 2. മൂഡീസ് മുന്നറിയിപ്പ്. GDP വളർച്ചയിൽ ഇടിവ്. മൂഡീസ് അനലിറ്റിക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിന്റെ 50% തീരുവ അടുത്ത സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചയെ 0.3% മുതൽ 1% വരെ കുറച്ചേക്കാം. റിസർവ് ബാങ്ക് 6.5% വളർച്ചയാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ മൂഡീസും ഗോൾഡ്മാൻ സാക്സും 6%നും 6.3%നും ഇടയിലുള്ള വളർച്ച മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. AI, സെമി കണ്ടക്ടർ, ടെക്സ്റ്റൈൽ മേഖലകളിലെ വിദേശ നിക്ഷേപത്തിലും കുറവുണ്ടാകും. ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കിയേക്കും. മൂഡീസിലെ സാമ്പത്തിക വിദഗ്ധ അതിഥി രാമൻ പറഞ്ഞു: ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും ആഭ്യന്തര ഉപഭോഗത്തെ ആശ്രയിക്കുന്നതാണ്. പക്ഷേ പുതിയ തീരുവ കയറ്റുമതി മേഖലയെ തകർക്കും. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രം, രത്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ഇത് സാരമായി ബാധിക്കുമെന്ന് ദി ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും റിപ്പോർട്ട് ചെയ്യുന്നു. 3. വസ്ത്രവ്യവസായം, തൊഴിൽ നഷ്ടവും മത്സരവും. ട്രംപിന്റെ തീരുവയെ തുടർന്ന് തമിഴ്നാട്, ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ വസ്ത്രവ്യവസായം വലിയ പ്രതിസന്ധിയിലാണ്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ വാങ്ങലുകാർ ഓർഡറുകൾ ബംഗ്ലാദേശ്, വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇത് ഏകദേശം 5 മുതൽ 7 വരെ ലക്ഷം തൊഴിലാളികളുടെ തൊഴിലിന് ഭീഷണിയാകുമെന്ന് ഇക്കണോമിക് ടൈംസ് പറയുന്നു. ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത്. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി മത്സരക്ഷമത കുറയുന്നു. നോമുറ എന്ന സാമ്പത്തിക വിശകലന ഏജൻസി മുന്നറിയിപ്പ് നൽകിയത് ഈ തീരുവ ഒരു വ്യാപാര ഉപരോധം പോലെയാണെന്നും ചെറുകിട വസ്ത്ര കമ്പനികൾക്ക് ഇത് അതിജീവിക്കാൻ പ്രയാസമാണെന്നുമാണ്. 4. ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ തന്ത്രപരമായ ശക്തിപ്പെടുത്തൽ. ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് മറുപടിയായി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. റഷ്യൻ ഉപവിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനവേളയിൽ അദ്ദേഹം പറഞ്ഞത്: ആഗോള സാമ്പത്തിക മാറ്റത്തിൽ റഷ്യ ഇന്ത്യയോടൊപ്പം ഒരു വിശ്വസ്ത പങ്കാളിയായി നിലകൊള്ളും. 2021 2% റഷ്യൻ എണ്ണ ഇറക്കുമതി ഇപ്പോൾ 35%നും 40%നും ഇടയിലായിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലും റഷ്യ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ്. 2020 മുതൽ 25 വരെ കാലയളവിലെ 36% ആയുധങ്ങളും നൽകിയത് റഷ്യയാണ്. റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരോടൊപ്പം ബ്രിക്സിന്റെ സാമ്പത്തിക തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 5. റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക്. 2025 ജൂലൈയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 1.76% കുറഞ്ഞു. 2019 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഭക്ഷ്യവസ്തുക്കളുടെ, പ്രത്യേകിച്ച് പച്ചക്കറികളുടെ വില കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണം. റിസർവ് ബാങ്കിന്റെ 2% മുതൽ 6% വരെയുള്ള ലക്ഷ്യപരിധിക്കുള്ളിലാണ് ഈ നിരക്ക്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അഭിപ്രായത്തിൽ ട്രംപിന്റെ തീരുവ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കില്ല. എന്നാൽ പ്രതികാര തീരുവ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറഞ്ഞ പണപ്പെരുപ്പം ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഭക്ഷ്യവിലയിലെ ചാഞ്ചാട്ടം ദരിദ്രരെ ബാധിക്കുന്നുണ്ടെന്ന് ദി ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ചൂണ്ടിക്കാട്ടുന്നു. 6. എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് വഴിമാറുന്നു. രാജ്യത്തിന്റെ 88% എണ്ണ ഇറക്കുമതിയാണ്
ഇതിൽ 35% മുതൽ 40% വരെ റഷ്യയിൽ നിന്നാണ്. ട്രംപിന്റെ തീരുവ ഭീഷണിയും റഷ്യൻ എണ്ണയ്ക്ക് കിഴിവ് കുറഞ്ഞതും കണക്കിലെടുത്ത് HPCL, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികൾ UAE, സൗദി അറേബ്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആലോചിക്കുന്നു. എണ്ണ ഇറക്കുമതിയിൽ വരുത്തുന്ന ഈ മാറ്റം ചില്ലറ വിൽപ്പനയിലെ ഇന്ധനവിലയെ ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 7. രൂപയുടെ മൂല്യത്തകർച്ച. പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 87.7 മുകളിലേക്കിടിഞ്ഞു. എക്കാലത്തെയും താഴ്ന്ന നിലയായ 87.95 അടുത്താണത്. ട്രംപിന്റെ തീരുവ, വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം, ദുർബലമായ കോർപ്പറേറ്റ് വരുമാനം എന്നിവയാണ് ഇതിന് കാരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിദേശ നേരിട്ടുള്ള നിക്ഷേപത്തിൽ 96.8% കുറവുണ്ടായി. നിഫ്റ്റി 50, BSE, സെൻസെക്സ് എന്നിവ 0.17% ഇടിഞ്ഞു. രൂപയുടെ മൂല്യത്തകർച്ച കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് എക്സിലെ പോസ്റ്റുകൾ പറയുന്നു. 8. ആഗോള നയതന്ത്രം, പുതിയ കൂട്ടുകെട്ടുകൾ. ട്രംപിന്റെ തീരുവ ഇന്ത്യ-അമേരിക്ക ബന്ധത്തെ കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്കെത്തിച്ചെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 വർഷത്തിനു ശേഷം ആദ്യമായി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ബ്രിക്സ് ബന്ധം ശക്തിപ്പെടുത്താനാണ് ഈ നീക്കം. റഷ്യയെ ഇന്ത്യയുടെ എല്ലാ കാലത്തെയും സുഹൃത്ത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ നിന്ന് F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന പദ്ധതിയും ഇന്ത്യ ഒഴിവാക്കി. 9. കേരളത്തിലെ പ്രതികരണങ്ങൾ. ട്രംപിന്റെ തീരുവയെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ ശക്തമായി വിമർശിച്ചു. കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ SFI, KSU, മുസ്ലിം യൂത്ത് ലീഗ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലികൾ നടന്നു. അമേരിക്കൻ ഏകപക്ഷീയത അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം അവർ ഉയർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കും. നന്ദി.